ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റി തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുപോലെ എൻ്റെ പേര് ഗീത ജോൺസൺ ഡിക്രൂസ്, ബോംബെയിൽ നിന്ന് വരുന്നു. നാലസുപ്പാറ കത്തോലിക്ക ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ 2024. ഇവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത്. എൻ്റെ വീടിൻ്റെ ഒരു ജപ്തി അത് 1 ഇയറായിട്ട് 1 ഇയറിന് 24 ഡിസംബർ തൊട്ട് 25 ഡിസംബർ വരെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് എല്ലാവരോടും ഞങ്ങൾ പൈസ ചോദിച്ചു തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ഞങ്ങൾക്ക് ഒരു സഹായത്തിനായിട്ട് കടന്നു വന്നില്ല. അപ്പോഴും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ സഹായിക്കും. അമ്മ മാതാവിനോട് എൻ്റെ ചേച്ചിയും ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ചേച്ചി ഇന്നും ഹിന്ദുവിലാണ്. എന്നാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആ പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോ, നമുക്ക് നമ്മുടെ അമ്മ മാതാവ് നമ്മളെ കൈവിടില്ല. അങ്ങനെ പറഞ്ഞ് ചേച്ചിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും, മോനെ എന്ത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഈ പ്രാർത്ഥന ചൊല്ല്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ദിവസം ഈ ഒരു വർഷക്കാലം ചേച്ചി കണ്ണീരോടുകൂടി ആരും സഹായത്തിനില്ലാതെ വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഡേറ്റാണ് ബാങ്കിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വന്ന് സീൽ ചെയ്യും. അപ്പം എന്നോട് വൈകിട്ട് ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ എന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, മോനെ ഇന്ന പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്യണം. ഞാൻ ചേച്ചി വിഷമിക്കേണ്ട. ഞാൻ അന്നേരം തൊട്ട് മുട്ടയെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച അമ്മ മാതാവേ, ഞങ്ങൾക്കാരും സഹായത്തിന് ആരുമില്ല. അമ്മ എനിക്ക് നാളെ 9 മണിക്ക് മുമ്പാകെ ബാങ്കിൽ നിന്ന് ആരും വരുന്നതിന് മുമ്പാകെ എനിക്ക് ഒരു സഹായം ചെയ്ത് തന്നേ പറ്റൂ. എത്ര അതിശയകരമായിട്ടാണ് അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. രാത്രി 9:30 ആയപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു വ്യക്തി വന്നിട്ട് പറയുന്നു, എൻ്റെ ചേച്ചിയോട് പറയുന്നു, നിർമ്മലേ, ഞാൻ നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി, അതും 3,36,000 രൂപ കടമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒന്നിച്ച് വീട്ടാനുള്ള നിവൃത്തിയില്ലാത്ത അവസരമായിരുന്നു. എന്നാലും ആ വ്യക്തി വന്ന് പറഞ്ഞു, ഞങ്ങളത് വീട്ടിയെടുത്തോളാം, നിങ്ങളുടെ ആധാരം നാളെ രാവിലെ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നുകൊള്ളാം. ഇതിനു മുമ്പേ അവരോട് ചോദിച്ചത് പൈസ അന്നും അവരുടെ ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നാലും എനിക്ക് തീർച്ചയായിട്ടും അറിയാം എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ വീട്ടിൽ വന്നതും അവരെ കൊണ്ട് പറയിപ്പിച്ചതും എല്ലാം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം 10 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയെ ബാങ്കിൽ നിന്ന് ആ ആധാരം എടുത്ത് കൈ കൊണ്ട് കൊടുത്തു. അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, അത് തിരിച്ചു തരുന്ന കാര്യത്തെപ്പറ്റി പിന്നെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞു വെച്ച് പോയത്. ഇന്നും അവർ നല്ല സഹോദര സ്നേഹങ്ങളായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ബോംബെയിലാണ്ട് വർഷത്തിൽ 1 വരുന്നുള്ളൂ. വരുമ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥന അന്നേരം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയും കൂടെ സാക്ഷ്യപ്പെടുത്തണം എനിക്ക്. അന്നേരം ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ തലയിൽ താരൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോലും പേഷ്യൻ്റെ അടുത്ത് പോലും നിൽക്കാൻ മേലാത്ത രീതിയിൽ താരൻ വന്ന് തലമുടിയുടെ മേളിൽ കൂടെ അതൊരു ചെറിയ ചൊറിച്ചിലും ഒക്കെ ആയിട്ട്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച അമ്മ മാതാവ്, ഇതെന്തുവാണ്, ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് ഉടമ്പടി പുതുക്കിക്കോളാം. എന്ത് അതിശയകരമായ കാര്യമാണ്. അന്ന് വന്ന് ഈ ഗേറ്റിനകത്ത് കയറി ആ മണ്ണിൽ കാല് കുത്തിയതേ ഉള്ളൂ, എൻ്റെ ചൊറിച്ചിലും മാറി. അത് എങ്ങനെ അപ്രത്യക്ഷമായെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ തലയിൽ ഒരു താരൻ്റെ ഒരു തരി പോലും ഇല്ല. അങ്ങനെ അത് അമ്മ മാതാവ് എനിക്ക് തന്ന ഒരു രോഗസൗഖ്യമാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തന്നു നിറച്ചിട്ടുണ്ട്. അതും പല രോഗികൾക്കും ഞാൻ ഇവിടുന്ന് പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുക്കുന്ന സമയങ്ങളിലുമെല്ലാം പല രോഗികളിലും എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും അവരോട് പറയുമ്പോഴും അവർക്ക് ചില ക്യാൻസർ പേഷ്യൻറ്റുകൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഓരോ പേഷ്യൻ്റ് സ്ട്രോക്ക് വന്ന് അവർ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയും അതുപോലെ ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം അവർ വിളിച്ച് പറയുന്നുണ്ട്, ഒത്തിരി മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയങ്ങളിൽ ഞാൻ ഗുജറാത്തി, മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അധികം കൂടുതൽ ബോംബെയിൽ അധികം ആരും ഉപയോഗിക്കുന്നില്ല. എന്നാലും അതെല്ലായിടത്തും കൊണ്ടു കൊടുക്കുകയും ചിലരൊക്കെ എന്നെ ആക്ഷേപിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കാര്യമായിട്ട് ഞാൻ കാണാറില്ല.
അവർക്ക് അതിനെപ്പറ്റി അറിവില്ല. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കും, ഇത് അമ്മ മാതാവിൻ്റെ നാമത്തിൽ തരുന്നതാണ്, നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് തിരിച്ചു തരിക. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ പല രോഗികൾക്ക് വേണ്ടി ചികിത്സയ്ക്കായിട്ടും എൻ്റെ ശമ്പളത്തിൽ നിന്നൊരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റി വെക്കുകയും അവർക്ക് കൊടുക്കുകയും, ചില നിവൃത്തിയില്ലാത്ത രോഗികളുണ്ട്, അവർക്ക് ചികിത്സയ്ക്കായിട്ടെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ ഡിക്രൂസാണ്. പുള്ളി എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ബോംബെയിലൊരു മാഹിം ചർച്ചുണ്ട്, അവിടെ പോയി എല്ലാ പാവപ്പെട്ടവളാണ് എല്ലാവർക്കും ഞാൻ ഇഡലി, സാമ്പാർ, ചട്നി ഇങ്ങനെ ഉണ്ടാക്കി പൊതി കെട്ടി അങ്ങനെ കൊടുക്കുകയും, അങ്ങനെ ഓരോ ആഹാരങ്ങൾ കൊടുത്ത് അവരുടെ ആ സന്തോഷമാണ് കാണേണ്ടത്. അന്നേരം അത് കൊടുത്ത് അവരിതാവും. പിന്നെ പേപ്പറുകൾ അവർക്കും കൊടുക്കും. അങ്ങനെയുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. പിന്നെ സമയം എനിക്ക് അധികം ഇല്ല, ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. എന്നാൽ ഇതിനിടയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലും എല്ലാം ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാം പിന്നെ ഡെയിലി ബ്രെഡ് ഇത് കാണുന്നുണ്ട്. പിന്നെ അച്ഛൻ യൂട്യൂബിൽ എല്ലാ ചാനലിലും സാക്ഷ്യങ്ങളും പിന്നെ അച്ഛൻ്റെ പ്രയറുകളെല്ലാം കേട്ടുകൊണ്ടാണ് പോകുന്നത്. വണ്ടിയിൽ ആരും എനിക്കൊരു കൂട്ടുകാരായിട്ട് ഞാൻ നോക്കില്ല. ഞാനെല്ലാം അമ്മ മാതാവിൻ്റെ യൂട്യൂബ് ചാനൽ ഓൺ ചെയ്തിട്ട് അത് കേട്ടുകൊണ്ടിരിക്കും. അവിടെ സ്റ്റേഷനിൽ ഇറങ്ങുന്നിടം വരെയും തിരിച്ചു വരുമ്പോഴും അതുപോലെ ചെയ്യുന്നു. പിന്നെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഈശോയും ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും 1000 നന്ദി പറയുന്നു. ഇവിടെ കൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 115, 11, 12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഗീത ജോൺസൺ ഡിക്രൂസ് എന്ന സഹോദരിയോടൊപ്പം ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വലിയ ക്ലേശങ്ങൾ, ജപ്തി നടപടികൾ, അത് കൈവിട്ടു പോകും, ജപ്തിയായി തീരും എന്ന അതിൻ്റെ അറ്റം വരെ എത്തിയ സമയം, ആരും സഹായിക്കുവാനില്ലാതെ ഒരു വഴിയും തെളിയാതെ ക്ലേശിക്കുമ്പോഴാണ് അമ്മയുടെ സന്നിധിയിലേക്ക് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അമ്മ മാതാവ് ദൂതരെ പോലെ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ അതിനുവേണ്ടി ക്രമീകരിച്ച് ആ ജപ്തി നടപടിയിൽ നിന്നും ആ വസ്തുവിനെ വിടുതൽ നൽകി ആ ആധാരം തിരികെ എടുത്ത് കുടുംബത്തിന് നൽകുന്ന വിധത്തിൽ ഇടപെടുന്നത്. ഉടമ്പടിയിൽ നമുക്കിത് സാധാരണ അനുഭവമാണ്. കാരണം നമ്മൾ ഉടമ്പടിയിൽ ഒരു വിഷയം വയ്ക്കുകയും നമുക്കതിന് നേരിട്ട് കഴിവില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൂതരെ ക്രമീകരിച്ച് തരിക, നമുക്കുള്ള സന്ദേശങ്ങൾ ക്രമീകരിച്ച് തരിക, ആ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അനുകൂലമാകേണ്ടത് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുക, അതൊക്കെ ഉടമ്പടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിൽ ഒരു വിഷയം വെക്കുമ്പോൾ അതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നതിനെ ഓർത്ത് ആദ്യ പിടിക്കേണ്ട, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യ അവസാനം ഇതെങ്ങനെ ആയിത്തീരുമെന്നോർത്ത് നിങ്ങൾ ഒത്തിരി മനപ്രയാസം കൊള്ളുകയും വേണ്ട. മറിച്ച് നാം ഒരു വിഷയം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഇന്നലെയും ഇന്നും നാളെയുമുള്ളവൻ, ഓരോ നിമിഷവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ആ തമ്പുരാന് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെയാണ് പരിഹരിച്ച് മാറ്റേണ്ടത്. അത് നമുക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ, നാം പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ കെണികളിൽ അകപ്പെടുത്താതെ കൃപകളിൽ നിറയ്ക്കും വിധം ആ വിഷയത്തിന് പരിഹാരം നൽകുന്നത് നമുക്ക് കാണുവാനാവും. അതാണ് ഈ കുടുംബം പറയുന്നത്. ആ വ്യക്തിയോട് മുൻപ് പൈസ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ജപ്തിയിലേക്ക് എത്തുന്ന സമയമെത്തുമ്പോൾ അമ്മ മാതാവ് ഇണക്കുകയും ക്രമീകരിക്കുകയും അവരെ കൊണ്ട് ഇവർ പോലും അറിയാതെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തീർക്കുവാൻ, ബാധ്യതകൾ തീർക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവകരങ്ങളിൽ വഴികൾ ഒത്തിരിയുണ്ട്. നാം എത്രയോ ചെറിയ മനുഷ്യരും പരിമിതികളുള്ള വ്യക്തികളുമാണ്. നമുക്ക് അജ്ഞാനമായിട്ടുള്ളതും നമുക്ക് ചിന്തിച്ച് നേടിയെടുക്കുവാനാവാത്തതുമായ ഒത്തിരി സാധ്യതകളും വഴികളും തുറവികളും ദൈവത്തിൻ്റെ പക്കലുണ്ട്. ആ ദൈവത്തിൻ്റെ വലിയ വിശാലമായ പരിപാലനയിലേക്ക് നമ്മൾ ചെറിയ മനുഷ്യർ നമ്മളെ എളിമയോടുകൂടി കൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ ഉപകരണങ്ങളായിത്തീരുന്നു. ദൈവം പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഉപകരണങ്ങളായി മാറുവാൻ സന്നദ്ധമാണോ, അനുഗ്രഹം കൂടെ ഉണ്ടാവും.
അതുകൊണ്ട് നാം ഉടമ്പടിയിലെന്നും പ്രാർത്ഥിക്കേണ്ടത് ദൈവം പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഉപകരണങ്ങളായി നമ്മുടെ എളിയ ജീവിതങ്ങളെ മാറ്റിത്തരണമേ എന്നാണ്. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടെ അഹന്തകൾ, നമ്മുടെ അറിവ്, നമുക്കുള്ള ഇത്തിരി സമ്പത്ത്, നമുക്കുള്ള ഇത്തിരി ജീവിത സാഹചര്യത്തിൻ്റെ മെച്ചപ്പെടൽ, ഇതൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഉപകരണങ്ങളായി നമ്മളെ മാറ്റാതിരിക്കും. നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും പകുതി ദൈവത്തിലും പകുതി നമ്മളിലും ഇങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരാവും. അത് ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ വർക്കൗട്ടാവില്ല. ഉടമ്പടിയിൽ ഒരു വിഷയം വർക്കൗട്ടാവണോ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തി സമർപ്പണം ചെയ്യണം. സറണ്ടറിങ് എന്ന് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ പറയാം. അതിലും പോസിറ്റീവായിട്ട് പറയുവാൻ നല്ലത് ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവണം. എൻ്റെ കർത്താവ് വലിയവനാണ്, അവൻ എനിക്ക് വേണ്ടി അനുയോജ്യമായത് പ്രവർത്തിച്ചു തരും. ആ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ ഏത് വിഷയത്തിനുമേലും തീരുമാനമുണ്ടാവും. ചേച്ചി പറയുന്നുണ്ട്, ഞാൻ വല്ലാത്ത താരൻ ശല്യത്തോടു കൂടി ഈ മണ്ണിലെത്തിയ വ്യക്തിയാണ്. ഒത്തിരി നാളായി. ഇതൊരു അപമാനമാണ്, ശാരീരിക അസ്വസ്ഥതയാണ്, ഇത് എന്ത് ചെയ്തിട്ടും മാറാത്ത വിഷയവുമായിരുന്നു. അത് ഇവിടെ വന്ന് അമ്മയെ കാണുന്ന നിമിഷം ഒറ്റ വിഷയം പറഞ്ഞോളൂ, അമ്മേ ഈ താരനൊന്ന് മാറ്റിത്തരണമേ എന്ന. സാക്ഷികൂടാരത്തിൽ പറഞ്ഞത് സ്വിച്ചിട്ടതുപോലെ നിന്നുവെന്നാണ്. പിന്നീട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു താരൻ പോലും തലയിലില്ലാത്ത വിധം എനിക്കൊരു സൗഖ്യം അമ്മ മാതാവ് നൽകിയെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് സമയം അല്പം മതി. നാം ഒരു വർഷമെന്നും ഒരു മാസമെന്നും ഒരു മണിക്കൂറുമെന്ന് പറയുമ്പോൾ ദൈവമൊന്ന് കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവും ശക്തിയുമുള്ളവരാണ്. അതുകൊണ്ട് എളിമപ്പെടാം, അവിടുത്തെ കരങ്ങളിൽ വിഷയങ്ങൾ വെച്ച് കൊടുക്കാം. അമ്മ മാതാവ് കൂടെ നിന്ന് അനുഗ്രഹമാക്കും. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.